എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാട് ഒരു നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് നടുക്ക് കീറി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കൈപ്പിടി അളവിനുള്ള ചെറുള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു കൈപ്പിടി അളവിന് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഒരു 2 ചെറിയ ഉരുളൻകിഴങ്ങ്. ഞങ്ങളൊക്കെ നാട്ടിൽ പാലക്കാട് സൈഡിലൊക്കെ ചിക്കൻ കറി ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ചേർത്താൽ മതി, ഇത് ഓപ്ഷനിലാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഒരു കുടം വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. 2 വലിയ പഴുത്ത തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 3/4 കിലോയിലും കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ, 1 കിലോ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പം നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ പീസ് പട്ട, ഒരു 4 ഗ്രാമ്പു, ഒരു 3 ഏലക്ക, ഇങ്ങനെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മുളക്, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി വഴച്ചെടുക്കുക. ആ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴച്ചെടുക്കുക. ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്ന് വരുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ, ഈശ്വര, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? യെസ്. ഞാൻ നല്ല 1 കിലോ ചിക്കനേ ഉള്ളൂ, പക്ഷേ ഞാൻ നല്ല വിശാലമായിട്ടുള്ള ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് ചെറിയ ചട്ടിയിലൊന്നും കുക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. കാരണം അത് ഞാൻ ഇളക്കി വരുമ്പോഴത്തേനും ആ ഒരു സ്റ്റൈലൊക്കെ പുറത്തേക്ക് പോവും. നമ്മൾ ഈ സ്റ്റേജിൽ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ കറിവേപ്പില ചേർക്കും കേട്ടോ. എനിക്ക് കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്, കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ല്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ കുറേ ചേർത്തോളൂ. എന്നിട്ട് ഒരുപാടാവരുത്, അധികമായാൽ അവരതും വിഷം. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ വഴറ്റിയെടുക്കണം കേട്ടോ. സവാളയൊക്കെ നല്ല പോലെ വറന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരില്ലേ, അതുവരെ നമ്മളിത് വഴറ്റിയെടുക്കണം. കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്, ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ ഇപ്പോൾ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയും കൂടി ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കുക. ഈ തക്കാളിയൊക്കെ നല്ല പോലെ വെന്തുടയണേ. നമുക്ക് ഒരു കാര്യം കൂടി ഈ ഒരു സ്റ്റേജിൽ ചേർക്കാനുണ്ട്, ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ആദ്യം തന്നെ ഉരുളൻകിഴങ്ങ് എന്തിനാണ് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇളം ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇളം കോഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോഴി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഉരുളൻകിഴങ്ങും കൂടി ഒപ്പത്തിന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഉരുളൻകിഴങ്ങ് ചേർക്കുന്നത്. അപ്പോൾ ഒരു ഇളം ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിക്കനും ഉരുളൻകിഴങ്ങും ഏകദേശം ഒരേ പാകത്തിന് വെന്ത് കിട്ടും. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂടി വെച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പാ വാങ്ങപ്പാ വാങ്ങ. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ പെട്ടെന്ന് വന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ കറി ഒന്ന് നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്, എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം.
ആദ്യം മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എനിക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നത്, ആ കുരുമുളക് പൊടി ഒരു ടേസ്റ്റ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമല്ല, കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധികം എരിവ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഇനി ഒരു തവി വെച്ച് ഇതെല്ലാം കൂടി ചേർത്ത് യോജിപ്പിക്കാം. പൊടികളിടുന്ന സമയത്ത് ഞാൻ സ്റ്റവ് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. സ്റ്റവ് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇനി ഈ പൊടികളുടെ ഈ പച്ച മണക്കൊന്ന് പോകുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റി യോജിപ്പിക്കണം. നമ്മൾ പൊടികളൊക്കെ ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ച മണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ കുറച്ച് ഗ്രേവി അധികം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാവുന്നതാണ്. നിങ്ങളുടെ ഗ്രേവി എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചൂടുവെള്ളം, തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവി അതാക്കി എടുക്കാവുന്നതാണ്. ഞാനിത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പം നോക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കഴിക്കാൻ കൊതിയാവണു, പക്ഷെ ആയിട്ടില്ല. 3/4 ഭാഗം വെന്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണം മക്കളെ. അപ്പം ഞാൻ എന്ത് ചെയ്യും? കുറച്ചുകൂടെ ഗ്രേവി വേണം. ഇതിൽ ഇച്ചിരി ഗ്രേവി ഉണ്ട് ചിക്കനിൽ ഇറങ്ങി വന്നിട്ടുള്ളത്, പക്ഷെ അത് മതിയാവില്ല. അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കുകയാണേ. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ ചിക്കൻ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഇത് നോക്കി അപാരമായിട്ടുള്ള ടേസ്റ്റാണ്. കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. എരിവൊക്കെ കറക്റ്റ് ആണോ നോക്കണം. ആദ്യം കുറച്ചിട്ടാൽ മതി. ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 1/2 കിലോ അല്ലെങ്കിൽ ഒരു 3/4 കിലോ ഒക്കെ ചിക്കൻ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം കുറച്ച് നമ്മൾ കുക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് വരും. ആദ്യം നിങ്ങൾ 2 കിലോ 3 കിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെറിയൊരു എമൗണ്ടിൽ 1/2 കിലോ അല്ലെങ്കിൽ 3/4 കിലോ ഒക്കെ എടുത്ത് കുക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് വരും കേട്ടോ. ഇതിങ്ങനെയൊക്കെ തന്നെ ഈ ഒരു അളവിൽ ചെയ്ത് നോക്കിയാൽ മതി. കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ കറിയാണ് ഇത്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ചിക്കൻ ഇങ്ങനെ തിളച്ച് വരികയാണ്. നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഗ്രേവി ഇതിൽ നിന്ന് ഇറങ്ങി വരും. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൊടുത്ത് ഇളക്കി നോക്കാൻ മറക്കരുത്. കാരണം അല്ലെങ്കിൽ ചിക്കൻ അടിക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, ചിക്കൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല മണമാണ്. ഇപ്പോൾ അപ്പത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് ചോദിച്ചോളൂ, നിങ്ങളിന്ന് വീട്ടിൽ ചിക്കൻ കറി അല്ലേ എന്ന്. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മളുടെ കുക്കിംഗ് ഒക്കെ പോകുന്നത്. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. നമുക്ക് അടച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ കറി തുറന്ന് നോക്കാം. എന്തൊരു ചൂടാണ്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്റ്റെപ്പ് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. കുറച്ച് ലേശം എണ്ണ ലാസ്റ്റ് നമ്മൾ കുറച്ച് എണ്ണ നേരെ ഒഴിച്ച് കൊടുക്കുകയാണ്. ലേശം 1 ടീസ്പൂൺ. കുറച്ച് കറിവേപ്പില മേലെ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഒപ്പം നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കുറച്ച് മേലെ അങ്ങനെ ഇട്ട് കൊടുക്കും. എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൾ അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് അങ്ങനെ അങ്ങോട്ട് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടോടുകൂടി സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് അടച്ച് വയ്ക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് ചൂടോടുകൂടി കഴിക്കാം കേട്ടോ. ബൈ. അങ്ങനെ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള നാടൻ ചിക്കൻ കറി, പാലക്കാട് സ്റ്റൈലിലുള്ള നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ കറി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.